ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതേ റെസിപ്പി അതേപോലെ ഫോളോ ചെയ്താൽ നല്ല ഫുൾ പ്രൂഫ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ 1/2 kg കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നു. അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺസ് നമ്മൾ തിരിച്ചെടുക്കും. എന്നിട്ട് വേണം നമുക്കതിന് റീപ്ലേസ് ചെയ്ത് കൊക്കോ ഇടാൻ. സോ ഇപ്പം നമ്മൾ ആദ്യം 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നു. അതിൽ നിന്ന് ഞാനൊരു 3 ടേബിൾ സ്പൂൺസ് മൈദ തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺസ് കൊക്കോ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺസ് അത് ലെവൽ ചെയ്ത് ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. ലെവൽ ചെയ്തിട്ട് 3 ടേബിൾ സ്പൂൺ ഇങ്ങോട്ട് എടുക്കുന്നു. അതിന് പകരം ഞാൻ എവറിഡേ കൊക്കോയുടെ നല്ല ഡാർക്ക് കളറുള്ള ബേക്കിംഗ് കൊക്കോയാണ് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഫ്ലേവറുള്ള കൊക്കോയാണിത്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ നല്ലതാണ്. നല്ല ഫ്ലേവറുള്ള ഡാർക്ക് കൊക്കോയാണിത്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺസ് നമ്മൾ ആ മൈദയ്ക്കകത്തേക്ക് ഈ കൊക്കോ പൗഡർ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ കേക്കിന് അത്രയും നല്ലൊരു പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് സ്വയം യൂസ് ചെയ്യാനായാലും അതുപോലെ പുറത്തൊക്കെ കൊടുക്കുമ്പോഴായാലും നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താലായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അതിനുശേഷം ഞാനിവിടെ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബേക്കിംഗ് സോഡ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല കേക്ക്സിന് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ കൂടുതലും ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ, എപ്പോഴും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മൾ ടീസ്പൂണിലാണ് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ യൂസ് ചെയ്യുക. 1/4 ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പിഞ്ച്, അതായത് ഒരു നുള്ള് ഉപ്പ് കൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു നുള്ള് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരുമിച്ച് അരിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഞാൻ എൻ്റെ ബേക്കിംഗ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ ഒരു സ്പ്രിംഗ് ഫോമിൻ്റെ പാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാൻ ആദ്യം ഞാനൊന്ന് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു ബേക്കിംഗ് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ കട്ട് ചെയ്യാനായിട്ട് ഞാനെപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനൊരു എന്താ പറയുക, ഒരു കോൺ പോലെ ആക്കിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സർക്കിളായിട്ട് കട്ട് ചെയ്ത് മെഷറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ് സർക്കിളായിട്ട് നമുക്ക് വേഗം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു കോൺ പോലെ ആക്കിയിട്ട്, അപ്പോൾ നല്ല കറക്റ്റ് സർക്കിളായിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ എൻ്റെ ക്ലീൻ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നതെങ്കിൽ അതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്യാം, പക്ഷെ അതിന് നന്നായിട്ട് സമയമെടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാൻ ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ കേക്കിലേക്ക് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ 1/2 കപ്പ്, ഇപ്പം നമ്മൾ ഫ്ലോർ എടുത്തിട്ടുള്ളത് കൊണ്ട് 1/2 കപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാര എടുക്കുന്നത്. പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞിട്ടുള്ളത് അളവാണ്, പൊടിക്കുന്നതിന് മുമ്പുള്ളതല്ല. എടുത്തിട്ടുള്ളതാണ് 1/2 കപ്പ് വേണ്ടത്. അപ്പോൾ ഞാനത് കുറച്ചായിട്ട് ഒരു 3 ബാച്ചസ് ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോഴാണ് നല്ല ക്രീമി ആയിട്ട് നമ്മുടെ എഗ്ഗ് കിട്ടുന്നത്. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ 3 ബാച്ചസ് ആയിട്ടാണ് ഞാനിവിടെ കുറച്ചായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുവാണ്. ഈ യെല്ലോ കളറൊക്കെ പോയിട്ട് നല്ലൊരു വൈറ്റ് കളറായി നല്ല ക്രീമി ആയിട്ട് നമുക്കൊരു ടെക്സ്ചർ കിട്ടുന്നത് വരെ നന്നായിട്ട് ഇലക്ട്രിക് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ, ഒരു സ്പോഞ്ചി കേക്കായിട്ട് നമ്മുടെ കേക്ക് വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ളത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടി മിക്സ് ചെയ്യാനുണ്ട്. ഇത് രണ്ടും നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്കിനി ബ്ലെൻഡർ, ഇലക്ട്രിക് മീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ജോലിയും കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് ഞാനിവിടെ 170 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ യൂഷ്വലി ബേക്ക് ചെയ്യാറ്.
സോ ആ ടെമ്പറേച്ചർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്നതും. എൻ്റെ ഓവൻ പെട്ടെന്ന് പ്രീ ഹീറ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മാത്രം പ്രീ ഹീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓവൻ കുറച്ചും കൂടി സമയം എടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഞാൻ ഈ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് കേക്കിൻ്റെ ബാറ്റർ. ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 170 ഡിഗ്രിയിൽ. അപ്പോൾ ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരിക്കലും കുത്തിയിട്ട് ഇളക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടെല്ലാം ഒരു യൂസും ഇല്ലാണ്ടായിപ്പോവും. ഈ മിക്സ്ചർ അങ്ങ് നേരെ താഴ്ന്നു പോകും, ഇത്രയും പൊങ്ങി നിൽക്കുന്ന ഈ മിക്സ്ചർ. പിന്നെ നമുക്ക് ഇത്ര ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടത്തില്ല, കേക്കും നമ്മുടെ സോഫ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഫോൾഡ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മളെപ്പോഴും ലാസ്റ്റത്തെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഓയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ബാറ്ററിലേക്ക് ഈ എഗ്ഗിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഫ്ലോർ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ചായിട്ട് ഓയിലും കൂടി നമ്മൾ ഈ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് ബാറ്റർ എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് ഞാൻ മിക്സ് ചെയ്ത് നന്നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബേക്കിംഗ് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊരു ഫ്ലഫി ആയിട്ടുള്ള ബാറ്ററാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അത് ഫുള്ളായിട്ട് നമുക്ക് ഈ സ്പാച്ചില വെച്ചിട്ട് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിൽ എയർ ബബിൾസ് കാണും, അതപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഹോൾസ് ആയിട്ട് വരും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ടാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ഞാൻ ആദ്യം ഇത് 30 മിനിറ്റ്സ് ആയിരുന്നു വെച്ചത്. 30 മിനിറ്റ്സിൽ ഇത് ബേക്ക് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ്സും കൂടെ വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് ടോട്ടൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ബേക്കായെന്ന് അറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ ഒരു സ്ക്യൂറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലൊന്ന് കുത്തി നോക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്യൂറോ വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ കുത്തി ഒന്ന് നോക്കുവാണ്. അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് കേക്ക് ഫുള്ളായിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ക്ലിയർ അല്ല, അതിലെന്തെങ്കിലും മാവ് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സോ വല്ലതും കൂടി വെച്ചാൽ മതി. അപ്പോൾ അതിൽ നന്നായിട്ട് ഫുള്ളായിട്ട് ബേക്കായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അകത്തേക്ക് കുഴിഞ്ഞു പോകുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കുറച്ചൊന്ന് ചൂടാറിയപ്പോൾ ഞാനിത് ഡിമോൾഡ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് പ്ലേറ്റിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അതായത് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ലൊരു സ്പോഞ്ചി കേക്കാണ്. നല്ലൊരു പെർഫെക്റ്റ് ബേസായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണിത്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഐസും വെള്ളവും കൂടെ ഉള്ള മറ്റൊരു ബൗളിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. നല്ല കോൾഡായിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊരു ബൗളൊന്നും മറ്റൊരു ബൗളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. 1/2 കപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. ഞാനൊരു 1/2 കപ്പ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അതിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റിഫ് പീക്സ് ആക്കി നല്ല കട്ടിയായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കേക്ക് ഞാനിവിടെ 2 ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്യുന്നത്. മിഡിൽ പോർഷനിൽ ഒന്ന് നോക്കിയിട്ട് നല്ലൊരു നീളമുള്ളൊരു നൈഫ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഞാൻ ഇവിടെ 2 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് കേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് അതും അടുത്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തെടുത്തേക്കുന്ന കുറച്ച് ക്രീം നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു കളറ് ലൈറ്റ് ഒരു ബ്രൗൺ കിട്ടാനായിട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടി ആ വിപ്പിംഗ് ക്രീമിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ലെയർ ഓഫ് കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ആ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്യണം. നന്നായിട്ട് സോക്ക് ചെയ്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അതും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഹാർഡായി പോകാണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്യണം ഷുഗർ സിറപ്പിൽ. ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ലെയറിൽ ഫുള്ളായിട്ട്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയറിനുള്ളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്ത് നന്നായിട്ട് ഐസ് ചെയ്തെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നത് റൗണ്ടിലായിട്ട്.
അപ്പോൾ നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ സൗകര്യം അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിന് ജസ്റ്റ് അങ്ങനെ ഒത്തിരി പെർഫെക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഇതിന് മുകളിൽ കേക്ക് വരാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതും സെയിം തന്നെ ഞാൻ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെയിം വിപ്പിംഗ് ക്രീമിൻ്റെ അപ്ലൈ ചെയ്ത് നമുക്ക് ലെവലാക്കി എടുക്കാം. ആദ്യം ക്രം കോട്ട് വേണമെങ്കിൽ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്താൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഒരു ചെറിയ കേക്ക് ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ. ഇതിന് മുകളിൽ ഞാനൊന്ന് മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തതിന് ശേഷം മെൽറ്റഡ് ചോക്ലേറ്റ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് വെറുതെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഞാനൊന്ന് നന്നായിട്ട് ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രിപ്പിംഗ് പാറ്റേൺ വരാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ സൈഡിലേക്കൊന്ന് ഡ്രിപ്പ് ചെയ്യുന്നത് പോലെ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് പോലെ മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ചിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഡ്രിപ്പിംഗ് ചോക്ലേറ്റ് പാറ്റേണുള്ള നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ.